ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്, എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലി കാർഡാണ്, ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടും എന്നുള്ളതാണ്. ചിലപ്പോൾ ഫാമിലിയായിട്ട് കഴിയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മക്കളൊക്കെ പല ഇടങ്ങളിലാണ്, പല സ്ഥലങ്ങളിലാണുള്ളതെങ്കിൽ ഇന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നുണ്ടായിരിക്കും. എല്ലാവരും ഒരുമിച്ചൊരു ഫാമിലി ടൈം കിട്ടാൻ സാധ്യതയുണ്ട്. ഫാമിലി യൂണിയൻ്റെ കാർഡാണ് കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പറ്റും. അതായത് നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന ഇടമാണ് നമ്മുടെ ഹോം ഈസ് നോട്ട് എ ഹൗസ്. ഹൗസും ഹോമും വ്യത്യാസമാണ്. ഹോംലി ഫീലിങ്ങോടുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഇനി അത് ഫാമിലി അല്ല, ഫാമിലി പോലുള്ള ആളുകളാണെങ്കിൽ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഫാമിലി ടൈം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് 10 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് ഏസ് ഓഫ് കപ്സ് ആണ്. ഇത് വീണ്ടും ഒരു റീയൂണിയൻ്റെ കാർഡാണ്. ഏസ് ഓഫ് കപ്സ് പറയുന്ന ഒരു പുതിയ തുടക്കമാണ്. അതായത് ഇമോഷണലി എന്തെങ്കിലും ഒരു ഡിസ്കണക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ വീണ്ടും ഒരു കണക്ഷൻ വരുന്നുണ്ട്. പുതിയൊരു സ്നേഹം, ഒരു സ്പിരിച്വൽ യൂണിയനാണ്. സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ അവേക്കനിങ് ഉണ്ടാവുന്നു എന്നാണ്, പുതിയൊരു തുടക്കം ഉണ്ടാവുന്നു എന്നാണ്, പുതിയൊരു ഓഫർ വരുന്നു എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ട് പേർക്കിടയിൽ നല്ല രീതിയിലുള്ള ബന്ധമല്ല നിലനിൽക്കുന്നതെങ്കിൽ അവിടെ ഇന്നൊരു പാച്ചപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ നല്ലൊരു ഓഫർ, ഒരു ലവ് ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾ നിങ്ങളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സ്നേഹവും കരുതലും ഒക്കെ തന്നുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നൊരു എനർജിയാണിത്. ഇനി അതല്ലാതെ റിലേഷൻഷിപ്പ് ഒന്നും അല്ലാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. പുതിയൊരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ക്രഷ് തോന്നാതിരിക്കാം, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ തോന്നാതിരിക്കാം, ചിലപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് ആരോടെങ്കിലും തോന്നുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ്. ദെൻ ജോബ് ഓഫറൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫറോ അതല്ല ഹെൽപ്പ്, ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഹെൽപ്പ് കിട്ടുന്നതായിരിക്കാം, ഒരു സർപ്രൈസോ ഗിഫ്റ്റോ ഒക്കെ കിട്ടുന്നതായിരിക്കാം. ഒരു ഓഫർ ഇന്ന ദിവസം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നു എന്നുള്ളതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ റീയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. ദെൻ സൺ കാർഡാണ്. വളരെ നല്ല കാർഡുകളാണ് വരുന്നത് കേട്ടോ. സൺ കാർഡ് ഒരു പുതിയ തുടക്കമാണ്, പുതിയൊരു പ്രതീക്ഷയുടെ ദിവസമാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, അതൊക്കെയാണ് സൺ കാർഡ് പറയുന്നത്. അതുപോലെ പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ മുൻപുണ്ടായിരുന്നത്, സണ്ണെന്ന് പറയുന്നത് എപ്പോഴും ഓരോ ദിവസം പുതിയതായിട്ടാണ് ഉദിച്ചു വരുന്നത്. അപ്പോൾ തലേദിവസം രാത്രി വരെ എന്തൊക്കെ ട്രോമാസ് ഉണ്ടെങ്കിലും അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ രാത്രി വരെ എന്തെല്ലാം സഫറിങ്സിലൂടെ, എന്തെല്ലാം ടെൻഷൻസിലൂടെ പോയെങ്കിലും അതെല്ലാം മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും അന്ന ദിവസം ഉണരുന്നത്. അപ്പോൾ രാത്രിയിൽ നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു, കുറച്ച് മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടിരിക്കുകയായിരുന്നു എങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളതാണ്. ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൺ കാർഡ് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് നടക്കും, അതൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. അവിടെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ് സൺ കാർഡ് പറയുന്നത്. ദെൻ 6 ഓഫ് കപ്സ് വീണ്ടും റീയൂണിയൻ്റെ കാർഡാണ്. ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ഒരാളാണെന്ന്. അപ്പോൾ അയാളുമായിട്ടൊരു റീയൂണിയൻ ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് 6 ഓഫ് കപ്സ്. ദെൻ നിങ്ങളുടെ സിബ്ലിങ്സ്, ബ്രദറോ സിസ്റ്ററോ എന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കാം, അവരിൽ നിന്നൊരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിച്ച് നിങ്ങളോട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കാം. അതൊക്കെ ആവാൻ സാധ്യതയുണ്ട് 6 ഓഫ് കപ്സ്. ഇനി അതല്ല, നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആരെങ്കിലും, നിങ്ങളുടെ പാസ്റ്റ് മീൻസ് ഈ ജന്മത്തിൽ മുൻ ദിവസങ്ങളിൽ മുന്നുള്ള സമയത്ത് നിങ്ങളിത് പോയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. നൊസ്റ്റാൾജിക്കാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുനാളിലെ തൊട്ട് അറിയുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മുൻപ് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളായിരിക്കാം, നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളായിരിക്കാം. അങ്ങനെ
പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് വിട്ടു പോയിട്ടുള്ള ഒരാൾ നിങ്ങളിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് 6 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഒരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റോ സർപ്രൈസോ ഒക്കെ കിട്ടുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നൊരു സർപ്രൈസോ ഗിഫ്റ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഏസ് ഓഫ് കപ്സും 6 ഓഫ് കപ്സ് ഇത് തന്നെയാണ് പറയുന്നത്. ഇനി 6 ഓഫ് കപ്പിൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സംഭവിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. വീട് വിൽക്കുക, വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുക. ചിലപ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വീട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നതായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടമ്പ കടന്നു കിട്ടുന്നതാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെമ്പറൻസ് ആണ്. ഇവിടെ ഒരു ബാലൻസിലേക്ക് വരുമെന്നാണ്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിലൊരു കുറച്ച് പ്രശ്നത്തിലാണ് നിന്നിരുന്നത് എങ്കിൽ ഇന്നൊരു കോംപ്രമൈസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ എന്ത് കാര്യത്തിൽ തന്നെ ആണെങ്കിലും, റിലേഷൻഷിപ്പ് ആയാലും കൊള്ളാം, നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ടായിരിക്കാം, എന്ത് പ്രശ്നത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു കോംപ്രമൈസിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, ദെൻ നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇതൊരു തരം പാഷനാണ്, ഭയങ്കര അഭിനിവേശം തോന്നുക, ഭയങ്കര ഫിസിക്കൽ അഡ്മിറേഷൻസ് തോന്നുക, അതൊക്കെയാണ് നൈറ്റ് ഓഫ് വാൺസ്. അതുപോലെ ജോലിയിൽ വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുക. ജോലിയിൽ വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ വളരെ സക്സസ്ഫുൾ ആയിരിക്കും. അത് വളരെ ആവേശത്തോടു കൂടി ചെയ്തു തീർക്കുന്നുണ്ടാവും. എന്ത് ചെയ്താലും പെട്ടെന്ന് ക്വിക്കായിട്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. ഇത് വളരെ ആവേശമായിരിക്കും, അഭിനിവേശം, ആവേശം എന്നൊക്കെ പറയത്തില്ലേ, വാണ്ട് എനർജിയാണ്, ഫയറാണ്. അപ്പോൾ അത്രത്തോളം തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നത്. അത് ജോബായാലും കൊള്ളാം, ചെയ്യുന്ന ജോലി ആയാലും കൊള്ളാം, ഇനി അതൊരു വ്യക്തിയോടുള്ള ആറ്റിറ്റ്യൂഡ് ആയാലും കൊള്ളാം, അവിടെ ഭയങ്കര ഫയർ എനർജിയാണ്, ഭയങ്കര കുറച്ച് അഭിനിവേശത്തോടു കൂടി ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് നൈറ്റ് ഓഫ് വാൺസ്. ദെൻ 6 ഓഫ് സോഡ്സ്, അത് ഒരു യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. ഈ യാത്ര കുറച്ചൊരു ഹെക്റ്റിക് ആയിട്ടുള്ള യാത്രയായിരിക്കും. അതായത് വളരെ സന്തോഷമുള്ളൊരു യാത്രയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ കുറച്ച് ശാരീരികമായിട്ട് നിങ്ങളെ വലയ്ക്കുന്ന ഒരു യാത്ര ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടേണ്ടി വരാൻ സാധ്യതയുണ്ട്. യാത്ര കുറച്ച് ഹെക്റ്റിക്കാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങളിലൂടെ തന്നെ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു ആ പ്രശ്നങ്ങളുടെ പുറത്ത് കടക്കാനുള്ളൊരു ശ്രമമായിട്ട് നിങ്ങൾ യാത്ര പോകുന്നതാണ്. മേ ബി നിങ്ങൾ ജോലി കിട്ടി വിദേശത്ത് പോകുന്നതോ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോകുന്നതോ, ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നതോ, ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പോകുന്നതോ ഒക്കെ ആയിരിക്കും. എന്തായാലും ജോലി സംബന്ധമായിട്ടാണ് പോകുന്നതെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ളൊരു യാത്രയല്ല. കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ, ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് 6 ഓഫ് സോഡ്സ് പറയുന്നത്. ദെൻ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഒരു നഷ്ടബോധം തോന്നുന്നതാണ്. നഷ്ടബോധത്തിലിരിക്കുക, നഷ്ടബോധം തോന്നുക, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുക, അതുപോലെ പൈസയ്ക്ക് ആവശ്യമുണ്ട് പക്ഷേ പൈസ പൂർണ്ണമായിട്ടും കയ്യിലില്ല എങ്കിൽ പുവർ മണി മൈൻഡ് സെറ്റാണ്. പണം ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ അലഞ്ഞ് നടക്കത്തില്ലേ ചില കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ നന്നായിട്ടൊക്കെ അണിഞ്ഞൊരുങ്ങിയൊക്കെ ആയിരിക്കും കല്യാണത്തിന് പോകുന്നത്. പക്ഷേ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെയുള്ള ഭയങ്കര ബുദ്ധിമുട്ട്, ആളുകളോടൊക്കെ മിണ്ടി അതിലെ കൂടെ നടന്ന് ഇതിലെ കൂടെ നടന്ന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ വരത്തില്ലേ, ആകെ മടുത്ത് നമ്മൾ വരത്തില്ലേ, ആ ഒരു എനർജിയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് നമ്മൾ ലോവർ എനർജിയിലേക്ക് വരും. നമുക്ക് നടക്കാൻ പ്രയാസം, കാലിനാണ് കൂടുതലും, കാല്, കൈ, ഷോൾഡർ, നെക്ക്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പെയിൻ അനുഭവിക്കുക, കാലിലൊക്കെ ആണെങ്കിൽ വേദന വരുന്നിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ, അതൊക്കെയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. കാലിലൊക്കെ പെയിൻ അനുഭവപ്പെടുക എന്നൊക്കെയുള്ളൊരു എനർജിയാണ് കേട്ടോ 5 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഫിനാൻഷ്യൽ ലോസ്, നഷ്ടബോധത്തിലിരിക്കുന്നതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കാർഡിൽ കാണുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും, ഇവർക്ക് ഇതേ പറയാനുള്ളോ, ഇവർക്ക് ഈ നെഗറ്റീവ് അല്ലാത്ത കാര്യങ്ങളൊന്നും പറയാനില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ഹെഡിങ് കാണുമ്പോൾ നെഗറ്റീവ് അടിക്കും എന്നൊക്കെ പറഞ്ഞു. അത് നെഗറ്റീവ് കാണുമ്പോൾ നിങ്ങളത് അട്രാക്റ്റ് ചെയ്യേണ്ടെന്ന് ഓർത്താണ് ഞാൻ നെഗറ്റീവ് ഹെഡിങ് ഇടുന്നത്. നിങ്ങളത് കാണണ്ട എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഹെഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കാണണ്ട. അതിനു വേണ്ടി തന്നെയാണ് നെഗറ്റീവ് ഹെഡിങ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ ഇങ്ങനെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾ അറിയിക്കണമല്ലോ. അതിനാണ് അങ്ങനെയുള്ള ഹെഡിങ് ഇടുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണാൻ പാടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് എന്നത് വാച്ച് ചെയ്യുക കേട്ടോ.
പിന്നെ 5 ഓഫ് പെൻറ്റക്കിൾസ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. മാനസികമായിട്ടും ഈ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ മാനസികമായിട്ടും നമുക്കൊരു തളർച്ച തോന്നുമല്ലോ, ആ ഒരു എനർജിയാണ് കേട്ടോ. അതാണ് 5 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ പണം കൊണ്ട് നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ദെൻ വീണ്ടും ടവർ വരുന്നുണ്ട്. ഇതൊരു വീഴാതൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അപ്രതീക്ഷിതമായിട്ടൊരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുന്നതായിരിക്കാം, പെട്ടെന്ന് വഴക്കുണ്ടാകുന്നതായിരിക്കാം, സാഹചര്യം പെട്ടെന്ന് മാറി മറിയുന്നതാണ് ഈ ടവർ എന്ന് പറഞ്ഞ എനർജി കേട്ടോ. ചിലപ്പം വീഴ്ചയൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, വണ്ടി ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സംസാരിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. സംസാരിക്കുന്ന വാക്കുകളിൽ തട്ടിയിട്ട് വഴക്കുകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ടവർ എപ്പോഴും വഴക്കിൻ്റെയാണ്. ആകസ്മികമായി തിരിച്ചടി കിട്ടുക, അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അതിൻ്റെ നേരെ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കാമെന്നൊക്കെയാണ് ഈ ടവർ പറയുന്നത്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം. വഴക്കൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നിങ്ങൾ പണി ചെയ്തതിൻ്റെ പൈസ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. അതായത് ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. നിങ്ങൾ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് 9 ഓഫ് പെൻറ്റക്കിൾസ് ധാരാളം സമൃദ്ധി വരും, പണം ധാരാളമായിട്ട് വരും. നമ്മൾ ചെയ്തിരിക്കുന്ന ജോലിയുടെ കൂലി നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്, ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വരും എന്നാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പൊട്ടം വന്നിരിക്കുന്ന ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, മറ്റുള്ളവരാൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മളും മറ്റുള്ളവരെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും 5 ഓഫ് പെൻറ്റക്കിൾസും ടവറൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അവർ ജഡ്ജ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അവരവരുടെ മനോഗതത്തിനനുസരിച്ച് നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്തോട്ടെ, നമ്മൾ താന്നു കൊടുക്കണ്ട. താന്നു കൊടുക്കുക മീൻസ് നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നമ്മൾ നല്ലത്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എനർജി ലോസ് ആക്കേണ്ടതോ അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് അവരുടെ അടുത്ത് നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വത്തും ഇല്ലാതാക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. അതുപോലെ ഇന്നലത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും മാച്ചായോ റെസണേറ്റ് ആയോ എന്ന് പറയണേ. അതായത് മരണം കേൾക്കുക, വഴക്കുണ്ടാവുക, വീഴ്ച സംഭവിക്കുക, അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ എന്ന് പറയണം കേട്ടോ. വഴക്കുണ്ടാകുന്നതാണ് കൂടുതലേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പറയണം. ഇന്ന് സെയിം എനർജി ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.